ഹായ്, സഞ്ജു ടെക്കി. ഇന്നലെ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സഞ്ജു ടെക്കി കയറി വന്നു. നമ്മുടെ എല്ലാ നാട്ടുകാരുടെ സഞ്ജു ടെക്കി, ഒത്തിരി ഫാദേഴ്സ് ഉള്ള ഒരുത്തനാണെന്ന് എനിക്ക് ആ വരവിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹായ് ബൈ ഹലോ അങ്ങ് അന്തം വിട്ട് വരികയാണ്. സഞ്ജു ടെക്കി എന്നൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു. ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ സമകാലിക വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു നിരൂപകയാണ് എന്ന് ഞാൻ തന്നെ എന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിവേ, എൻ്റെ യൂട്യൂബിൽ വരുന്ന സമകാലിക വിഷയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചർച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എച്ചക്കലയുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കട്ട് ചെയ്യാൻ ED തീരുമാനിക്കുന്നു. അതിന് റിലേറ്റഡായി MBD ഇവന് കൊടുത്ത യമകണ്ഠം പണികളും കൂടിയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, ഇവൻ്റെ ചാനലിന് നല്ല ഏറ്റവും മുമ്പ് പണി കിട്ടുന്നു. അപ്പോൾ അത് ശരിയായ നടപടിയില്ല, തെറ്റായ നടപടിയാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പെട്ടെന്ന് ഓർമ്മ വന്നു അവൻ്റെ മമ്മിയുടെ ചാനലാണെന്ന്. അവൻ്റെ മമ്മി ഇങ്ങനെയാണ് അവനെ വളർത്തിയത് എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ കൊണ്ടുവന്നൊരു 179 രൂപീസ് എനിക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ്. സാധാരണ സൂപ്പർ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇവൻ അത് ഇട്ടത് മറ്റൊരു രൂപേണയാണ് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ വെരി നെക്സ്റ്റ്, അപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടാൽ മനസ്സിലാവുന്നതിൽ തന്നെ ആ ലൈവിൽ അത് കണ്ടിട്ട് അതിനകത്തുണ്ട് എന്താണ് സംഗതി എന്നുള്ളത്. ഞാൻ ആ പണം തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 200 കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ ഒരു 21 രൂപീസ് ഞാൻ എക്സ്ട്രാ കൊടുത്തു. വേറൊന്നും കൊണ്ടല്ല, അത്രയും ദാരിദ്ര്യം പിടിച്ച് നടക്കുന്ന അവൻ്റെ അമ്മ അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ വക ഒരു ഡൊണേഷൻ കൊണ്ടുപോയി തിന്നെ പോട്ടെ, സാരല്ല. നമുക്ക് വലിയ വരുമാനം, നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബറൊന്നുമില്ല. ഉള്ള സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ ഞാൻ 21 രൂപ ഞാൻ നിനക്ക് തന്നേക്കുന്നു, നീ കൊണ്ടുപോയി തിന്നടാ വാഴയ്ക്കാ മോനെ. വിഷയം മറ്റൊന്നുമല്ല. ഞാൻ ഇവൻ്റെ അമ്മയെ ഒന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത് അതിന് പൈസ ഇട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് കലി വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞിരുന്നു. എനിക്കത് ഭയങ്കര ഫീലായി. നമ്മളിപ്പം ഒരാൾ തെറ്റ് ചെയ്ത് അവരെ അമ്മയെ പറയരുതല്ലോ, അല്ലേ? പക്ഷെ എൻ്റെ ഒരു രീതി അതാണ്. ഒരു പയ്യൻ, ഇപ്പോൾ എനിക്കും അങ്ങനെ ഒരു മകനുണ്ട്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, എന്നെ വേണമെങ്കിൽ 2 പൊട്ടിക്കാം. കാരണം എൻ്റെ മകൻ തെറ്റ് ചെയ്താൽ ഞാൻ അറിയിക്കുന്നു. അങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ അടി കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ തള്ള അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ എച്ചക്കലനായ തള്ള ഇത്തരത്തിലൊരുത്തിയാണെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എജ്ജാതി വേണം. ഈ റോക്കറ്റിനെ എങ്ങനെ വിളിച്ചാൽ പോരാ, വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല ഫസ്റ്റ് ക്ലാസ് യമകണ്ഠൻ വിളിക്കേണ്ടിയിരുന്നു എന്നുള്ള ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. വളരെ വിഷമത്തോടു കൂടി ഞാൻ അത് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. നമുക്ക് ആ തള്ള പറയണതൊന്ന് കേൾക്കാം. ഇതല്ലേ അവൻ ചെയ്ത തെറ്റ്? ഇതല്ലേ അവന്റെ ജീവിതം? അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവിതമാണ്. അവൻ മാത്രമല്ല, അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കുറെ ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതമാണ്. അവൻ ജോലി ചെയ്യുന്ന അവന്റെ ജോലിയാണ്. അവന്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് മീഡിയക്കാരി ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയും. അപ്പൊ മീഡിയക്കാര് പലതും പറയും, നീ വീഡിയോ ചെയ്യണം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ടൈം ട്രാവൽ മെഷീന്റെ ഒക്കെ ആവശ്യം. കേട്ടില്ലേ? അതാണ് വാഴത്തോട്ടത്തിലെ വാഴക്കൂട്ടത്തിലെ തള്ളച്ചീരെന്ന് പറയണത് കേട്ടില്ലേ? മോൻ കൊണ്ടുവരുന്ന ഈ പൈസ കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന്. മോൻ കഞ്ചാവ് വിറ്റാലും മച്ചി സപ്പോർട്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഈ തള്ളയാണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമായി. നിങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് കമൻറ്റ് ബോക്സ്. പിന്നെ സഞ്ജു ടെക്കിയുടെ അപ്പി ഇതിനെന്നോമാർ വന്ന് കമൻറ്റ് എഴുതി വെച്ചാൽ ഞാൻ നിൻ്റെ തള്ളക്കും മുത്തിക്കും വരെ തെറി വിളിച്ചു എന്ന് പറയും. എൻ്റെ വായിരിക്കുന്ന കേൾക്കരുത് കേട്ടോ. ഇങ്ങനെ മക്കളെ ഉണ്ടാക്കി വിടുന്ന ഇത്തരത്തിലുള്ള ഒന്നിനും കൊള്ളാത്ത ഈ എന്താ പറയുന്നത്, ഡെഡ് ബോഡി ജന്മങ്ങളെ എടുത്ത് കിണറ്റിലിടണം. സത്യം പറഞ്ഞാൽ ഇവനെയല്ല ശിക്ഷിക്കേണ്ടിയിരുന്നത്, ഈ തള്ളയും തന്തയായിരുന്നു. എടുത്ത് വെച്ച് അറുമാച്ച് വിടേണ്ട കേസ് കേട്ടാണ്. പിന്നെ ഞാൻ ഇത്രയിലും അങ്ങ് നിർത്തുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ഗണേഷ് കുമാർ കാര്യപ്രസക്തമായി കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് പ്രശ്നം നമ്മുടെ റീച്ച് ഉണ്ടല്ലോ, വേറെ ലെവലിൽ റീച്ച് ആയിപ്പോയി. ഈ റീച്ച് ഇവിടെ അവസാനിക്കും. നടത്തി ആ നിയമനം പ്രദർശിപ്പിച്ചു. അതിനുകൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. നിന്ന് എത്ര രൂപ കൊടുക്കുന്നത് കണക്കാക്കി ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി. ആകെ മൊത്തത്തിൽ ഒരു തീരുമാനമായില്ലേ? അത്രയേ ഉള്ളൂ. ഇത്ര പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അണ്ണൻ്റെ എല്ലാ കിൽബിൽസവും കിൽപ്പില്ലാസവും എല്ലാ കിലുക്കവും എല്ലാത്തിനും ഒരു സമാധാനം MBD ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരായെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് യുണൈറ്റഡ് ആയിട്ട് ഒരു പദ്ധതി ഏർപ്പാടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതേ ഉള്ളൂ. സോ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഗ്രൂപ്പ് അറ്റാക്ക് കൊടുക്കുക. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള കുറേ മനുഷ്യർ ചെയ്യേണ്ട കാര്യം എന്നറിയാമോ? ഇത്തരം തക്കാളി ചോറുകൾക്ക് വളം വെച്ച് കൊടുക്കരുത്. പൊടി മക്കളാണ് ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ അവരാണ് ഇത് കാണുന്നതെങ്കിൽ ആ കുട്ടികൾ, അടുത്ത തലമുറയ്ക്ക് ഇതൊരു വൃത്തികെട്ട റോൾ മോഡലായിട്ട് ഇവൻ ഇങ്ങനെ നിലനിൽക്കും.
നമുക്ക് ഇത്രയേ ഉള്ളൂ, കേസ് ഇത്രയേ ഉള്ളൂ എന്ന് പറയണം. സത്യത്തിൽ നിയമവ്യവസ്ഥകൾ കർശന നടപടി എടുക്കേണ്ടതാണ്. ഇതൊന്നും ഒരു കർശനമൊന്നുമില്ല. അവൻ്റെ ലൈഫ് ബാനാക്കിന്ന് അവൻ വേറെ ആളെ കൊണ്ടുവരും. ഇപ്പോൾ ഒരു കുറ്റിയെ കൊണ്ട് നടക്കുന്നില്ലേ, അതൊരു പൂക്കുറ്റിയാണ്, കോർപ്പറേറ്റ് കുറ്റി. ആ കുറ്റിയെ കൊണ്ട് കിടന്നാണ് അവൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കുറ്റി എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിയാം. പൈസ ഇല്ലാണ്ട് വരുമ്പോൾ ഈ കുറ്റിയെടുത്ത് ആ കുറ്റിയെടുത്ത് കെട്ടിയിടാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും മൊത്തത്തിൽ നല്ല കൂമ്പം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ പണി MVD കൊടുത്തതിൽ പിന്നെ ഇനി നമ്മളായിട്ട് എന്ത് പണി കൊടുക്കാൻ നിങ്ങൾക്ക് സംശയം വരാം. തീർച്ചയായിട്ടും കൊടുക്കണം. പൂട്ടേണ്ടിയിരുന്നത് ഇവൻ്റെ ലൈസൻസ് അല്ല, ഇവൻ്റെ ആ പാട്ട ചാനലാണ്. മനസ്സിലായില്ലേ? 1 മില്യൺ സബ്ബുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് പൈസ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് വേണോ ചെയ്തോന്ന്. നാളെ അമ്മച്ചി വേറൊരു കാര്യം പറയും, മോനെ ആ കൂടെ കിടക്കുന്ന കുറ്റിയെ കൊണ്ടുപോയി വിറ്റ് തിന്നോന്ന് പറഞ്ഞാൽ നോ ഇഷ്യൂസ്. ആ കുറ്റിയുടെ അമ്മയും അച്ഛനും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് തള്ളയും തന്തയുമേ, ഈ ചെറുക്കൻ്റെ കൂടെയാണ് പറഞ്ഞു വിടുന്നെങ്കിൽ ഇത് ഏതോ കുറ്റിയിൽ വീണ് ചാകാനുള്ള സാധനമാണ്. നിങ്ങളുടെ മോള് കുറ്റിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ ഈ പൂക്കുറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെ വിറ്റ് തിന്നും. അതാണ് ഇവൻ്റെ ക്യാരക്ടർ. പിന്നെ ആ തള്ളയും തന്തയാണെങ്കിൽ എന്തിനും ഒത്തുഴയ്ക്കും. എന്തിനാണെന്നറിയാമോ? മോൻ കൊണ്ടുവരുന്ന പണം മാത്രം മതി. മോൻ ഏത് രീതിയിൽ കൊണ്ടുവരുന്നു, മോൻ എങ്ങനെ സമ്പാദിക്കും, അതൊന്നും അവിടെ മാറ്ററേ അല്ല. ഇറ്റ് ഡസൻ മാറ്റർ. കാശാണ് മുഖ്യം ബിഗില്. പിന്നെ അമ്മയ്ക്ക് ഇതുപോലെ അമ്മ ലൈവൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇതുപോലെ നാട്ടുകാർ കാശ് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കാശ് കൊണ്ടുവന്ന് നമുക്ക് തന്നത്. അതെനിക്ക് മനസ്സിലായിടാ. നീ പൈസ കൊണ്ടുവന്ന് എറിഞ്ഞു തന്ന് ഇരിക്കട്ടെ നിങ്ങൾക്കൊരു ഈനാമെന്ന്. അങ്ങനെ കാശ് കൊടുത്താൽ എവിടെയും വളഞ്ഞ് നിൽക്കുകയും കുനിഞ്ഞ് നിൽക്കുകയും വെളിച്ചെണ്ണയും കൊണ്ടൊക്കെ നിൽക്കുന്നത് നിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ നീ ഈ വാഴത്തോട്ടം കൊണ്ടിരിക്കുന്നത്. എനിവേ ഒന്നും പറയാനില്ലടാ. അപ്പനില്ലാതെ ജനിക്കുന്നത് ഒരു കുറ്റമല്ല. അത് നമ്മുടെ ഗതികേട് കൊണ്ട് അപ്പനില്ലാതെയൊക്കെ ഉണ്ടായെന്ന് വരും. കാരണം അമ്മച്ചിക്ക് എത്ര കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ എല്ലാ കണ്ടത്തിലും ചാടി ചാടി വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് ഏകദേശം വയറ്റിലൊരെണ്ണം കാണും. അങ്ങനെയും കണ്ട നീ ഉണ്ടായതാണ്. ഏതാണ് അപ്പനെന്ന് അറിയാൻ വയ്യാത്ത ഒരു നിഷ്ഠയിൽ ഇങ്ങനെ കിടന്ന് തിരണ്ട് മറിയുന്നില്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. അത് മറ്റുള്ളവരുടെ മേലേക്ക് ഈ ഒരുപാട് ഫാദർ സിൻഡ്രം എന്ന രീതിയിൽ കയറുന്നില്ലേ, അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആകെ മൊത്തത്തിൽ നീ ഒരു റോക്കറ്റ്, അതിനേക്കാൾ വലിയൊരു റോക്കറ്റ് നിൻ്റെ അപ്പൻ, അതിനേക്കാൾ പൂക്കുറ്റി റോക്കറ്റ് നിൻ്റെ അമ്മച്ചി. ഇതിനൊക്കെ പണം മാത്രം മതി എന്ന രീതിയിൽ നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരെ നെഞ്ചത്ത് കയറി നീ നിറങ്ങണം. പിന്നെ കോട്ടയം സൈഡിലെങ്ങാണം വരണ മക്കളൊന്ന് ഫോൺ ചെയ്യണേ, ചേച്ചിക്കൊന്ന് കാണാനാണ് കേട്ടോ. ചുമ്മാ വെറുതാക്കില്ലേ. ഒരു റോക്കി തരാനുണ്ട് നിനക്ക്. നിൻ്റെ മുഖത്തിനൊരു റോക്കിയുടെ കുറവുണ്ട്. പോലീസുകാരെ കൊണ്ടാൽ പറ്റിയില്ല, നമ്മളെങ്കിലും ചെയ്യണ്ടേ. നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അടിച്ചണ്ണാക്കി കൊടുക്കേണ്ട ഇവനെ നിങ്ങളാണ് ഈ വളർത്തുന്നത്. കിട്ടുന്നെടുത്തിട്ട് തല്ലി അങ്ങോട്ട് പൊട്ടിക്കുക. അല്ല അടിയുടെ കുറവാണിത്, അല്ല വേറെ ഒന്നുമല്ല. പിന്നെ വീട്ടിലുള്ള രണ്ട് വാഴത്തോട്ടങ്ങൾക്ക് ഇവനെ വളർത്താൻ അറിയില്ല എന്നുള്ളത് വസ്തുത. പണം മകൻ എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കഞ്ചാവ് കേസാണെന്ന് അവൻ്റെ കിളിപോയ വർത്തമാനം അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ കഞ്ചാവോ ഫാമിലി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യം കൂടി ഇതിനകത്തോട് ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടോളൂ. താങ്ക് യു.